നഷ്ടം. ഇൻവെസ്റ്റ് ചെയ്ത അന്ന് മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവരെ നഷ്ടം. റിലയൻസ് നഷ്ടം, HDFC ബാങ്ക് നഷ്ടം, ടാറ്റ മോട്ടോഴ്സും ലാർസൻ ആൻഡ് ടൂബ്രോയും ഇൻഫോസിസും ചിലപ്പോൾ TCS നഷ്ടം, മസ്ഡോക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ എല്ലാം നഷ്ടം. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. വെൽക്കം ടു ഫൈനാൻസ് വിത്ത് AB. മൈ ഡിയർ ഇൻവെസ്റ്റേഴ്സ്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ആവറേജ് അറൗണ്ട് 12-13% റിട്ടേൺസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു വർഷമായിട്ട് പൈസ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇൻഫ്ലേഷൻ്റെ കാരണമുള്ള ഡിപ്രിസിയേഷൻ വേറെ. സോ ഇങ്ങനെയുള്ള എസ്പെഷ്യലി കോവിഡിന് ശേഷം മാർക്കറ്റിൽ വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫാക്റ്റ് ചെക്കാണ്. അതായത് 21st സെഞ്ച്വറിയിൽ, അതായത് 2000-ന് ശേഷം ഉള്ള ഓൾമോസ്റ്റ് 25 years ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ 25 വർഷത്തിൽ നിഫ്റ്റി 1 year ടൈം ഫ്രെയിമിൽ നെഗറ്റീവ് റിട്ടേൺസ് തന്നിട്ടുള്ള പീരീഡുകൾ നമ്മളൊന്ന് എടുക്കുന്നു. അതിനുശേഷം നിഫ്റ്റി അതിനെ എങ്ങനെ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്റ്റ് ചെക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ടല്ല നിഫ്റ്റി ഒരു വർഷത്തിൽ നെഗറ്റീവ് റിട്ടേൺസ് വന്നിരിക്കുന്നത്. സോ അങ്ങനത്തെ പല ഇൻസ്റ്റൻസസ് നമ്മൾ എടുക്കുകയാണ്. നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു വർഷം നെഗറ്റീവ് റിട്ടേൺസ് തന്നിട്ടുള്ള ടൈം ഫ്രെയിം മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ കേസ് വരുന്നത് 2000-2003 .com ബബിൾ ക്രാഷ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിഫ്റ്റി ഓൾ ടൈം ഹൈ ചെയ്തത് ഓൾമോസ്റ്റ് 2004 ജനുവരിയിൽ. നിഫ്റ്റി 1972 എന്നുള്ളൊരു മാർക്കിലേക്ക് പോയി. 2005 ജനുവരി ആയപ്പോഴത്തേക്കും നിഫ്റ്റി 1930, അതായത് ഇറ്റ് ഈസ് എ ഡിക്രീസ് ഓഫ് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 2% ഫോൾ ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട്. ഓക്കെ, ആൻഡ് അതിനുശേഷം ബൈ അറൗണ്ട് ഒരു മെയ് 2006 ആയപ്പോഴത്തേക്കും, അതായത് ഒരു 1.5 വർഷം ഇല്ല, ലെസ് ദാൻ 1.5 years നിഫ്റ്റി റാലി ചെയ്തത് ഓൾമോസ്റ്റ് 100% ആയിരുന്നു. 100% ആണ് നിഫ്റ്റി റാലി ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, സോ അടുത്ത ഇൻസ്റ്റൻസ് 2008 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലീമൻ ബ്രദേഴ്സിൻ്റെ അല്ലെങ്കിൽ US മോർഗേജ് ബോണ്ട് ക്രാഷ് ആണ്. സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാനിവിടെ കടക്കുന്നില്ല. എന്തായാലും അതിൻ്റെ ടെക്നിക്കൽസ് ഇങ്ങനെയാണ്. 2008 ജനുവരിയിൽ നിഫ്റ്റി 6200, സംവെയർ അറൗണ്ട് 6200 എന്നുള്ള വാല്യൂലാണ് ഉണ്ടായിരുന്നത്. ഇത് റഫ് വാല്യൂസ് ആണ്, മീൻസ് ഓൾമോസ്റ്റ് എക്സാക്ട് വാല്യൂസ് ആണ്. കൃത്യം 6213 മറ്റുമാണ്. ഇനി 6200 ഞാൻ എടുത്തിരിക്കുന്നു. 2009 ജനുവരി ആയപ്പോഴത്തേക്കും, അതും ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു. 2009 ജനുവരി ആയപ്പോഴത്തേക്കും നിഫ്റ്റി 2873 എന്നുള്ള ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഫോളിനാണ് സാക്ഷ്യം വഹിച്ചത്. ഓക്കെ, സോ ആ ഫോള് വാസ് ഓൾമോസ്റ്റ് അറൗണ്ട് 54% ഉള്ളൊരു ഫോളായിരുന്നു 2009 ജനുവരി വരെ. ഓക്കെ, ആൻഡ് അതിനുശേഷമുള്ള നവംബർ 2010 ആയപ്പോഴത്തേക്കും, അതായത് ഓൾമോസ്റ്റ് ഒരു 17 months അല്ലെങ്കിൽ ഒരു 18 months ടൈമിൽ, ഒരു 18 months ടൈമിൽ, 18 months അല്ല, എനിക്ക് തോന്നുന്നു ഒരു 20 മാസം ഉണ്ടായിരുന്നു. 20 മാസത്തെ സമയത്തിൽ നിഫ്റ്റി റാലി ചെയ്ത് 122% വരുന്നത്. അതായത് എന്തൊക്കെ ഫോൾ ചെയ്തോ ആ ഫോൾ ചെയ്തെല്ലാം റിക്കവർ ചെയ്യുന്ന ഒരു സ്റ്റീപ്പ് റാലി ആയിരുന്നു ഓൾമോസ്റ്റ് 22 മാസത്തിൽ നിഫ്റ്റി തന്നത്. അടുത്തത് 2010 നവംബറിൽ നിഫ്റ്റി 6310 എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. 2010 നവംബറിന് ശേഷം 2011 നവംബർ ആയപ്പോഴത്തേക്കും നിഫ്റ്റി 5169 എന്നുള്ളൊരു വാല്യൂയിലേക്ക് താഴ്ന്നു. അതായത് ഒരു വർഷത്തിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് അവിടെയും നെഗറ്റീവ് റിട്ടേൺ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? 2015 മാർച്ച്, അതൊരു കുറച്ച് കൂടുതൽ കൂടിയ ടൈം ഫ്രെയിമാണ്, ഐ നോ ദാറ്റ്. എന്നിരുന്നാലും അത് ഓൾമോസ്റ്റ് ഒരു 3 വർഷം 3 മാസം സമയം തോണം, അല്ലെങ്കിൽ 3 വർഷം 2 മാസം സമയം കൊണ്ട് നിഫ്റ്റി തന്ന റിട്ടേൺ 77%. അപ്പോൾ ഇത്രയും നേരം കണ്ട റിട്ടേൺ വെച്ചിട്ട് ഇതൊരു സ്റ്റീപ്പ് റിട്ടേൺ അല്ല. എന്നാലും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, നമ്മൾ ആവറേജ് റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് എത്രയാണ് നിഫ്റ്റിയിൽ? ഓൾമോസ്റ്റ് 12%. ഓക്കെ, സോ 3 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 36-40%, 36 മുതൽ 40% വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 3 വർഷം 2 മാസം കൊണ്ട് ലെറ്റസ് സേ ഒരു മാക്സിമം 45%. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ റിട്ടേൺ 77%. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺസിഡറബിളി ഔട്ട് പെർഫോമിംഗ് ആണ്. അടുത്ത ഒരു എക്സാമ്പിൾ, 2015 മാർച്ച് മുതൽ 2016 മാർച്ച് വരെ ബ്രിട്ടീഷ് എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ കാരണം ഉണ്ടായ ഒരു ടർബുലൻസിൽ മാർക്കറ്റ് പതുക്കെ താഴോട്ട് വീണത് 8937 മുതൽ 7510 വരെ. എനിക്ക് തോന്നുന്നു അത് ഓൾമോസ്റ്റ് ഒരു 10% പ്ലസ് സംതിങ് ഒരു ക്രാഷാണ്. 10 അല്ല, ഓൾമോസ്റ്റ് ഒരു 15%, 16% ക്രാഷ് ഉണ്ടായിരുന്നു. അതിനുശേഷം
2018 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും, അതായത് ഒരു ലെസ് ദാൻ 2 ഇയേഴ്സിൽ നിഫ്റ്റി റാലി ചെയ്ത് ഓൾമോസ്റ്റ് 50%. ഓക്കെ, സോ ഒരു വർഷം ഓൺ ആൻ ആവറേജ് ഓൾമോസ്റ്റ് 25% റിട്ടേൺ അവിടെയും നിഫ്റ്റി തന്നിട്ടുണ്ട് ആ ഫോളിന് ശേഷം. അടുത്ത എക്സാമ്പിൾ 2021 ഒക്ടോബറിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു 18,114. അതിനുശേഷം 2022 ഒക്ടോബർ ആയപ്പോഴത്തേക്കും നിഫ്റ്റി 17,185 എന്നുള്ള പോയിന്റിലേക്ക് വന്നു. അത് ഓൾമോസ്റ്റ് ഒരു 3 to 4% നിഫ്റ്റി ഡൗൺ ആയിരുന്നു. ഓക്കെ, ഒരു വർഷം കൊണ്ട്. അതിനുശേഷം നിഫ്റ്റി 2024 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ക്രിയേറ്റ് ചെയ്ത ഹൈ ഓൾമോസ്റ്റ് 26,200 ആയിരുന്നു. ഓക്കെ, സോ 26,200ഓളം നിഫ്റ്റി ഹൈ ക്രിയേറ്റ് ചെയ്തു. അത് ഓൾമോസ്റ്റ് 53%. സോ ആ ഒരു ടൈം ഫ്രെയിം എന്താണ്? 2022 മുതൽ 24 മെയ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2 വർഷത്തിൽ താഴെ. സോ 2 വർഷത്തിൽ താഴെ സമയം കൊണ്ട് 53% റിട്ടേൺ അവിടെ നിഫ്റ്റി തന്നിട്ടുണ്ട്. ഇത്രയും ഫാക്റ്റുകളിൽ നിന്ന് നമുക്കുണ്ടായ ഇൻഫറൻസ് ഇതാണ്. സോ ജനുവരി 2004 മുതൽ 2005 വരെയുള്ള സമയത്ത് നിഫ്റ്റി 2% നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നത്. അടുത്ത 14 മാസത്തിൽ 95% റിട്ടേൺ. 2008 ജനുവരി മുതൽ 2009 ജനുവരി ലീമൻ ബ്രദേഴ്സിൻ്റെ ക്രൈസിസ്, അതിൽ നിഫ്റ്റി തന്ന റിട്ടേൺ -54%. ആ ഒരു വർഷ ടൈം ഫ്രെയിമിൽ അടുത്ത 21 മാസത്തിൽ 120% നിഫ്റ്റി റിട്ടേൺ തന്നിട്ടുണ്ട്. 2010 മുതൽ 2011 വരെയുള്ള നവംബർ 2010 മുതൽ 2011 വരെ ഉണ്ടായപ്പോൾ നിഫ്റ്റി -18% റിട്ടേൺ തന്നു. അടുത്ത 38 മാസത്തിൽ 74% റിട്ടേണും നിഫ്റ്റി തന്നിട്ടുണ്ട്. 2015 മാർച്ച് മുതൽ 2016 മാർച്ച് വരെ നിഫ്റ്റി ഫോൾ ചെയ്തു, ഓൾമോസ്റ്റ് 16% ഫോൾ ചെയ്തു ബ്രെക്സിറ്റ് കാരണം. അടുത്ത 22 മാസത്തിൽ 47% റിട്ടേണും അടുത്ത 28 മാസത്തിൽ 55% റിട്ടേണും നിഫ്റ്റി തന്നിട്ടുണ്ട്. 2021 ഒക്ടോബർ മുതൽ 2022 ഒക്ടോബർ വരെ നിഫ്റ്റി -3% വീണു. അടുത്ത 21 മാസത്തിൽ ഓൾമോസ്റ്റ് 50% റിട്ടേൺ. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ലൈവായിട്ടുള്ള പ്രസന്റ് ഡേയിൽ നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. 2024 സെപ്റ്റംബർ 23 നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഓൾ ടൈം ഹൈ വാസ് ഓൾമോസ്റ്റ് 26,300ഓളമാണ് ഓൾ ടൈം ഹൈ വന്നത്. അതിനുശേഷം ഒരു വർഷത്തിനിപ്പുറത്ത് നമ്മൾ നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് -4.3% ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ ഇത്രയും നേരം ഒബ്സർവ് ചെയ്ത ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ നിഫ്റ്റി -4% റിട്ടേൺ ഓൾ ടൈം ഹൈയിൽ നിന്ന് -4% വീണപ്പോൾ അടുത്ത 12 മാസം അല്ലെങ്കിൽ ലെറ്റ്സ് 24 മാസത്തിൽ നിഫ്റ്റിയിൽ നല്ല റിട്ടേൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക? സോ അതിനുള്ള ഒരു ഫ്രെയിം വർക്ക് കൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സോ കണ്ടിന്യൂ യുവർ SIPs. നിങ്ങൾക്ക് SIPs ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. SIPs വർക്ക് ബെസ്റ്റ് ഇൻ എ ഫോളിംഗ് മാർക്കറ്റ് ഫോൾ ചെയ്യുമ്പോഴാണ് SIPs ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും SIPs എസ്പെഷ്യലി ഈ സമയത്ത് വിഡ്രോ ചെയ്യരുത്, തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക. മേക്ക് ഷുവർ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഇൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്സ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വലിയ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നും കൂടെ ഉറപ്പുവരുത്തുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ചെയ്യേണ്ട എന്നല്ല, എന്നാലും ലാർജ് ക്യാപ്പ് തീർച്ചയായിട്ടും നല്ല വെയിറ്റേജിലുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. മൾട്ടി അസറ്റ് ഫണ്ടുകൾ പോരാതെ ലിക്വിഡ് ഫണ്ടുകളും ബോണ്ടുകളും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. അതെപ്പോഴും നിങ്ങൾക്ക് നല്ല സ്റ്റെബിലിറ്റി മാർക്കറ്റിൽ തരുന്നതായിരിക്കും. ഐഡൻറ്റിഫൈ സെക്ടേഴ്സ് വിത്ത് ഹ്യൂജ് പൊട്ടൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റ് ലീഡേഴ്സ്. ഉദാഹരണത്തിന് പവർ സെക്ടറാണ് നിങ്ങൾക്ക് ഒരു നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ പവർ സെക്ടറിലെ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ ബിഗ്ഗസ്റ്റ് പ്ലേയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. FMCG ആണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്, GST റിഫോംസ് കാരണം FMCG ആണ് പെർഫോം ചെയ്യാൻ പോകുന്നതെങ്കിൽ FMCGയിലെ ബിഗ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് ITC ആവാം, HUL ആവാം. ഇതൊരു തരത്തിലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എന്നിരുന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർ സെക്ടേഴ്സ് കണ്ടുപിടിച്ച് അതിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബാലൻസും നല്ല പ്രോഫിറ്റ് റിട്ടേണും ലോങ് ടേമിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ആസ് എ ഫൈനൽ വേർഡിക്റ്റ്, മാർക്കറ്റ് വീഴുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. മാർക്കറ്റ് ഇതിലും മോശമായിട്ട്, ഇതിലും സ്റ്റീപ്പായിട്ട്, ഇതിലും ദൈർഘ്യമേറിയ സമയങ്ങളിലും ഒക്കെ മാർക്കറ്റ് വീണിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിർത്തിപ്പോയവർ എപ്പോഴും നഷ്ടം ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടേ ഉള്ളൂ. ആ സമയത്ത് കണ്ടിന്യൂ ചെയ്തവരാണ് ഇപ്പോഴും വിജയഗാഥ രചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റേ ഇൻവെസ്റ്റഡ് ഇൻ ദ മാർക്കറ്റ്, ട്രസ്റ്റ് ദ പോസിറ്റിവിറ്റി ആൻഡ് ലോങ് ടേം പ്രോസ്പെക്ട് ഓഫ് ദ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായിട്ടും വൈസായിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കുക, സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ലോങ് ടേമിൽ മാർക്കറ്റിനെ വിശ്വസിച്ച് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടിൽ വി മീറ്റ് അഗെയിൻ ഇൻ അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. Goodbye.